യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. ലാസറിൻ്റെയും ധനവാന്റെയും ഈ ഉപമയിലേക്ക്, അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പരമ്പരാഗതമായി ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുന്നത് നമ്മളെല്ലാവരും ദരിദ്രരെ സഹായിക്കണം എന്നുള്ള രീതിയിലാണ്. അതോടൊപ്പം തന്നെ ധനവാനായതുകൊണ്ട് തന്നെ നരകത്തിൽ പോകുന്നു, ദരിദ്രനായതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകുമെന്നുമുള്ള ഒരു തെറ്റായ വിശകലനവും ചിലരൊക്കെ നൽകാറുണ്ട്. ഈ സുവിശേഷ വ്യാഖ്യാനത്തിൻ്റെ കൂടുതലായ തലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ സുവിശേഷം ഒരു കഥയാണ്. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള തനി ആവർത്തനമാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ധനവാന്മാർ പൂർ ഹോമുകൾ നടത്തുന്നു. അവിടെ ലാസർമാർ വന്ന് കിടക്കുന്നു. വരാന്തയിൽ ധാരാളമായിട്ടുള്ള തെരുവ് നായ്ക്കൾ കിടക്കുന്നു. അതുപോലെ തന്നെ ധനവാന്മാർ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു. ലാസർമാർ വന്ന് അത് വാങ്ങിക്കഴിക്കുന്നു. മിച്ചം വരുന്നത് തെരുവ് നായ്ക്കൾക്ക് കൊടുക്കുന്നു. നമ്മുടെ കേരളത്തിൽ തെരുവ് നായ്ക്കൾക്ക് യാതൊരു കുറവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് തന്നെ അതുങ്ങൾക്ക് പട്ടിണിയും പഞ്ഞവുമില്ല. അടുത്തിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു കടയിൽ പർച്ചേസിങ്ങിനായി പോയി. സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ അവരെനിക്ക് ഒരു ചില്ലറ പൈസ ബാലൻസ് ആയിട്ട് തന്നു. പുറത്തിറങ്ങിയപ്പോൾ വഴിയിൽ ഒരു ലാസർ ഇരിക്കുന്നത് കണ്ടു. ഞാനവൻ്റെ പാത്രത്തിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസ മുഴുവൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. കാരണം ഞാൻ ഇട്ടത് കൂടിപ്പോയി. കാരണം 8 യൂറോ ആയിരുന്നു ഇട്ടത്. 8 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പൈസയുടെ മൂല്യവുമായി തട്ടിച്ച് നോക്കുമ്പോൾ 800 രൂപയാണ്. ഒരു ഭിക്ഷക്കാരന് 800 രൂപ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു ചിന്തയാണിത്. അതായത് പാവപ്പെട്ടവരെ ഒരു മിനിമത്തിൽ താഴെ നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുബോധം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ദിവസങ്ങളിൽ സോഷ്യൽ പെൻഷൻസ് കൊടുക്കുന്നു. വളരെ തുച്ഛമായ തുകയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നത്. ഏതായാലും നമ്മുടെ ഈ ദരിദ്രന്മാർ ഇങ്ങനെ താഴത്തെ തട്ടിൽ എന്നും കിടക്കണമെന്നുള്ളതല്ല, അവരെ സഹായിക്കണം, അങ്ങനെ നിലനിർത്തി സഹായിക്കണം എന്നുള്ളതല്ല ബൈബിളിൻ്റെ ദർശനം. മറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് കരകയറ്റുന്നു, അവനെ സമൂഹത്തിലെ ഉന്നതന്മാരുടെ കൂടെ ഇരുത്തുന്നു. അതേ, നിങ്ങളുടെ സമൂഹത്തിലെ ഉന്നതന്മാരുടെ കൂടെ തന്നെ എന്ന്. ഇനിയിപ്പോൾ ഓണം വരികയാണ്. നമ്മുടെ സമൂഹത്തിലെ പല ഉന്നതന്മാരും ബാലഭവനുകളിൽ പോയി കുട്ടികളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ഈ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ബാലഭവനുകളിലേക്കല്ല പോകേണ്ടത്, പൂർ ഹോമുകളിലേക്കല്ല പോകേണ്ടത്. ഈ പൂർ ഹോമിൽ കിടക്കുന്ന ആൾക്കാരെ മുഴുവൻ മന്ത്രിമന്ദിരങ്ങളിലേക്കും അരമനകളിലേക്കും വിളിച്ചുകൊണ്ടുവന്ന് അവിടെ മന്ത്രിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ കൂടെയോ ഇരുത്തി സദ്യ കൊടുക്കുകയാണ് ശരിയായത്. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവരെ ഒന്ന് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? അത് സാമ്പത്തിക സമത്വം കൈവരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ കേരള ഗവൺമെൻറ് ആദ്യത്തെ EMS ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു സാമൂഹ്യ സമത്വ പരിപാടിയുടെ കാൽവയ്പായിരുന്നു
കുടിയുടപ്പവകാശം, ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം. അതുകൊണ്ട് കീഴാളന്മാർക്കെല്ലാം അവർ കിടന്ന ഭൂമി പതിച്ചു കിട്ടി. എന്നാൽ അതിനുശേഷം അത്രയും നല്ല ഒരു പ്രോഗ്രാം ആവിഷ്കരിക്കുവാൻ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീട് അവർ ചെയ്തത് മുഴുവനും സമരങ്ങളായിരുന്നു. സർവ്വമേഖലകളിലും തൊഴിൽ സമരങ്ങൾ, ഫാക്ടറികളിലും അതുപോലെ തന്നെ തോട്ടം മേഖലകളിലുമെല്ലാം തൊഴിൽ സമരം നടത്തി ഈ രാജ്യം കുട്ടിച്ചോറായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ളവരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോവുകയും തലസ്ഥാനത്തേക്ക് ബംഗാളികളായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ സന്താനങ്ങൾ വരികയും ചെയ്തു. ഇത് സത്യമല്ലേ? ഇപ്പോഴും ആ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിലുള്ള ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനായി നൂതനമായ പരിപാടികൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. രണ്ടാമത്തേത് ഒരു പദ്ധതിയാണ് +2 വരെ സൗജന്യ വിദ്യാഭ്യാസം. മൂന്നാമത്തെ ഒരു പ്രോഗ്രാമാണ് എല്ലാവർക്കും വ്യാപകമായ രീതിയിൽ വിദ്യാഭ്യാസ ലോണുകളും ഗ്രാൻറ്റുകളും എല്ലാം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്, ഒരു പിതാവിൻ്റെ മക്കളാണ്. ഒരു പിതാവിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ, സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ ആർക്കും കൂടുതലായി ഒന്നും ക്ലെയിം ചെയ്യാനില്ല. എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ചിന്ത നമുക്ക് വളർത്തിയെടുക്കാം. അനാവശ്യമായിട്ടുള്ള സമര കോലാഹലങ്ങൾ എല്ലാം നിർത്തി നമുക്ക് ജീവിക്കാൻ പഠിക്കാം. ഇവിടെ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ സമരവും പരിസ്ഥിതി ഭൂപ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരവുമെല്ലാം വിപരീത ഫലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഹൈറേഞ്ച് വിട്ട് നാട്ടിൻപുറങ്ങളിലേക്ക് പോകുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ദൈവത്തിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. താങ്ക് യു.